സുവോളജി സെറ്റ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് ഫുഡ് ഗ്രെയിൻ? സിറ്റോഫിലസ് ഒറൈസെ, ട്രോഗോഡെർമ ഗ്രനേറിയം, ട്രൈബോളിയം കാസ്റ്റേനിയം, അക്കാന്തോസൈക്കസ് നലേരി. റൈസ് വീവിൾ എന്നറിയപ്പെടുന്ന സ്റ്റോർഡ് ഫുഡ് ഗ്രെയിൻ പെസ്റ്റാണ് സിറ്റോഫിലസ് ഒറൈസെ. അതുപോലെ തന്നെ കാപ്ര ബീറ്റിൽ എന്നറിയപ്പെടുന്ന ട്രോഗോഡെർമ ഗ്രനേറിയം ഒരു സ്റ്റോർഡ് ഫുഡ് പെസ്റ്റാണ്. അതുപോലെ ദി റെഡ് ഫ്ലോർ ബീറ്റിൽ എന്നറിയപ്പെടുന്ന ഫുഡ് ഗ്രെയിൻ പെസ്റ്റാണ് ട്രൈബോളിയം കാസ്റ്റേനിയം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരുന്നത് ഡി ആണ്, അക്കാന്തോസൈക്കസ് നലേരി. Next one, assertion. Tesser silk industry has not reached up to the mark as the mulberry silkworm industry. Reason: the domestication of capillaries is not so easy and its breeding is not well controlled in captivity. Both A and R are false and R is not the reason for A. Both A and R are true and the R is the reason for A. A is true but R is false. A is false and R is true. ഈ ക്വസ്റ്റ്യനകത്ത് നൽകിയിരിക്കുന്ന അസേഷനും അതുപോലെ റീസണും കറക്റ്റാണ്. ഇത് രണ്ടും ട്രൂ ആണ്. അതുപോലെ തന്നെ അസേഷൻ്റെ കറക്റ്റ് റീസണാണ് ആർ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. Both A and R are true and R is the reason for A. Next one, among the following species of honeybee, find out the best one from the commercial point of view. Apis dorsata, Apis indica, Apis mellifera, Apis florea. ഈ തന്നിരിക്കുന്ന 4 സ്പീഷീസുകളിൽ വെച്ച് കൊമേഴ്ഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബെസ്റ്റ് വൺ എന്ന് പറയുന്നത് ആപ്പിസ് മെല്ലിഫറയാണ്. അതുകൊണ്ട് ആൻസർ സി. നെക്സ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ബണ്ട് ബ്രീഡിംഗ് ഇൻ ഫിഷ് അക്വാകൾച്ചർ പ്രോഗ്രാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഡ്യൂസ് ബണ്ട് ബ്രീഡിംഗ് ഓഫ് ഹാർഡ്ലി സ്പോണിംഗ്? ഹെവി മൺസൂൺ, വാട്ടർ കറൻറ്റ്, ടെമ്പറേച്ചർ ബിറ്റ്വീൻ 24 to 32 degrees Celsius, ക്ലൗഡി സീസൺ ഫോളോഡ് ബൈ തണ്ടർസ്റ്റോം. ഈ തന്നിരിക്കുന്ന 4 ഫാക്ടേഴ്സും ഈ ബണ്ട് ബ്രീഡിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, 1, 2, 3 and 4. നെക്സ്റ്റ് വൺ, ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഇൻ ദി ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ടു മിനറൽസ് ഈസ് കോൾഡ്? ഡെട്രിറ്റസ്, ലിറ്റർ, ഹ്യൂമസ്, ഓൾ ദി അബവ്. ഈ ചോയ്സിൽ തന്നിരിക്കുന്ന ഡെട്രിറ്റസ്, ലിറ്റർ, ഹ്യൂമസ് എന്നിവയെല്ലാം ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ഓൾ ദി എബവ്. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് in the range of all community is known as alpha diversity, beta diversity, gamma diversity, omega diversity. ആദ്യം നമുക്ക് ആൽഫ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ കൗണ്ടിങ് ദി നമ്പർ ഓഫ് ടാക്സ വിത്തിൻ എ പെർട്ടിക്കുലർ ഏരിയ, കമ്മ്യൂണിറ്റി ഓർ എക്കോസിസ്റ്റം. ബീറ്റ ഡൈവേഴ്സിറ്റി, it is species diversity between two adjacent ecosystems. Gamma diversity, it refers to the diversity of the habitats over the total landscape or geographical area. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഗാമ ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ, ദ സീക്വൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ എ ഡാഷ് in which one organism consumes another organism to transfer food dash is called a food chain.
population energy, community energy, ecosystem pyramid, pyramid energy. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ബി ആണ്, കമ്മ്യൂണിറ്റി എനർജി. The sequence of living organisms in a community in which one organism consumes another organism to transfer food energy is called food chain. Answer B. Next one. Which one among the following is not a non-biological fixation of nitrogen cycle? Lightning, blue-green algae, cosmic radiations, meteorites. ക്വസ്റ്റ്യനിൽ നോട്ട് എ നോൺ ബയോളജിക്കൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ ബി, ബ്ലൂ ഗ്രീൻ ആൽഗെ. നെക്സ്റ്റ് വൺ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എയ്റോബിക് നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ? ഫ്രാങ്കിയ, റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം. ഇതിനകത്ത് എയ്റോബിക് നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ ആയിട്ടുള്ളത് അസറ്റോബാക്ടർ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. നെക്സ്റ്റ് വൺ. ബയോഡൈവേഴ്സിറ്റി കംപ്രൈസസ് ദി ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് നെയിംലി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ഓൾ ഓഫ് ദി അബവ്. ഈ ചോയ്സസിനകത്ത് നൽകിയിരിക്കുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതുപോലെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇവയെല്ലാം ബയോഡൈവേഴ്സിറ്റിയുടെ കമ്പോണൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഡി ആണ്, ആൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് വൺ. എമംഗ് ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദി റീസൺസ് ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് ലീഗൽ സിസ്റ്റംസ്, സം അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി പ്രാക്ടീസസ്, ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം. ഇവിടെ നൽകിയിരിക്കുന്ന ഈ 4 കാര്യങ്ങളും ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ സി ആണ്, 1, 2, 3 and 4. നെക്സ്റ്റ് വൺ. റെയിൻ ഫോറസ്റ്റ് ഫൗണ്ട് നിയർ ദി കൂളർ കോസ്റ്റൽ ഏരിയാസ് ഫർദർ നോർത്ത് or south of the equator is known as tropical rainforest, temperate rainforest, alpine forest, tropical scrub jungle. Rainforest found near the cooler coastal areas further north or south of the equator is known as temperate rainforest. Answer B. Next one. UNEP deals with the global environmental issues and has its headquarters at Germany, Switzerland, France, Kenya. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം എന്നാണ് UNEPയുടെ ഫുൾ ഫോം. UNEPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കെനിയയിലെ നെയ്റോബിയിലാണ്. ആൻസർ ഡി, കെനിയ. നെക്സ്റ്റ് വൺ. The author of the book Ecology of Commerce? Paul Hawken, Aldo Leopold, Mahatma Gandhi, Gro Harlem Brundtland. പോൾ ഹോക്കൻ ആണ് ഇക്കോളജി ഓഫ് കൊമേഴ്സ് എന്ന ബുക്കിൻ്റെ ഓതർ. ആൻസർ എ. നെക്സ്റ്റ് വൺ. ടൈപ്സ് ഓഫ് ലേണിംഗ് എക്സിബിറ്റഡ് ബൈ ആനിമൽസ്? ഹാബിച്വേഷൻ, ലേറ്റന്റ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, ഓൾ ഓഫ് ദി അബവ്. ഈ ചോയ്സിൽ നൽകിയിരിക്കുന്ന ഹാബിച്വേഷൻ, ലേറ്റന്റ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ് തുടങ്ങിയവയെല്ലാം ആനിമൽസിൽ എക്സിബിറ്റ് ചെയ്യുന്ന വിവിധ തരം ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് വൺ. ഹൂ ഇൻട്രഡ്യൂസ്ഡ് ഇംപ്രിൻറ്റിംഗ്? മേയർ, കോളർ, ലോറൻസ്, ലാഷ്ലി. കോൺറാഡ് ലോറൻസ് ആണ് ഇംപ്രിൻറ്റിംഗ് ഇൻട്രഡ്യൂസ് ചെയ്തത്. ആൻസർ സി. സുവോളജി സെറ്റ് എക്സാമിന് ചോദിച്ച ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.